എനിക്ക് എക്സർസൈസിനുള്ള സമയമായി. ഞാൻ പോകുന്നു. താൻ വരുന്നുണ്ടോ? ഞാൻ വരാം. അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ടാവാം എക്സർസൈസ്. ഫുഡ് കഴിക്കുന്നതിന്റെ മൂപ്പര എക്സസൈസ് അല്ല. ഞാനിപ്പോ ഇവിടെ എന്തിനാ നിൽക്കുന്നത്? മൂപ്പരപ്പം എക്സസൈസ് ചെയ്ത് നോക്കാം. ഇങ്ങോട്ട് വരുന്നുണ്ടോ വേഗം? ആയത്തിനനുസരിച്ചാണോ കഴിക്കാറ്? ആ എത്തി. ഇത് തന്നെ ഗുരുവായൂര്. ഇനിയുള്ള കാലം ഇവിടെ ഒന്ന് കഴിച്ചു കൂട്ടിയാൽ മതി. മനസ്സിലായോ? വീട്ടിലൊരു സ്വരുന്നില്ല. ഇവിടെ വന്നാലും കുറച്ച് സമാധാനം കിട്ടുന്നില്ല. ആണെങ്കിൽ നിൽക്കവിടെ. എന്താ ഇവിടെ ഒരു ബഹളം? എന്താ അമ്മേ കാര്യം? അമ്മ വിഷമിക്കണ്ട. ഇത് ശരിയാക്കാം. ഞാൻ ചോദിക്കട്ടെ, അമ്മ കരയാതിരിക്കോ? ഇത് കരുണാവൃത്തസ്ഥലമല്ലേ? ഇവിടെ എഴുതി വെച്ചിട്ട് കാണാൻ നിനക്ക് മുഖത്ത് കണ്ണിലിടോ. ഒരു വലിയ ബോർഡ് വെച്ചിട്ട്. അല്ല, ഇതാരാന്നാ പറഞ്ഞേന്റെ? എന്റെ തള്ള. ഈ തളയൊന്നും ഇവിടെ തള്ളാൻ വേണ്ടി വന്നതാ. തള്ള. അവൻ അഭിമാനം കൊണ്ട് പറയാ തള്ള. നിന്നേക്ക് ഈ കോലത്തിലാക്കാൻ ഈ തള്ള എന്ന് പറയണ അമ്മണ്ടല്ലോ, എത്ര ബുദ്ധിമുട്ടിണ്ടാവും ഇതൊക്കെ. അത് ഞാൻ തീരുമാനിക്കാം. നീ ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടാ മതി. നീ തീരുമാനിച്ച് കേൾക്കാനല്ല ശമ്പളം നിൽക്കണം. മനസ്സിലായോ? നീയല്ല എനിക്ക് ശമ്പളം തരും. സ്വന്തം അമ്മേനെ ഗുരുവായിക്കാന്ന് പറഞ്ഞിട്ട് രാവിലെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്നിട്ട് വൃദ്ധസംഘത്ത് കൊണ്ടാക്കുമെന്ന് മഹാനഗരോ നീ. എന്നിട്ട് ശങ്കുവിനോട് തമ്മിൽ കൂടെ വരും. ശങ്കു, എന്താ ഇവിടെ ഒരു കരയണ്ട. മാഷേ, ഇവിടെ ആകെ പ്രശ്നം എന്താണ്? ഈ നിൽക്കണ ഈ അമ്മേനെ ഗുരുവായൂർക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മേടിച്ച് വൃദ്ധസ്ഥലത്ത് കൊണ്ടുവന്നാക്കാൻ വന്നിരിക്കാം. അവരെ രണ്ട് പൊട്ടിച്ചാണ്. ഇത് നിന്റെ അമ്മയാണോ? അതെ, എന്റെ തള്ള തന്നെ. ഇതിലാണെങ്കിലും ഒരു സൗകര്യം ചെയ്യില്ല. വീട്ടിൽ അവിടെ ഇവിടെ മറ്റും വൃത്തികളാക്കി ഞാൻ ആകെ ഒന്ന് മടുത്തു. അതുകൊണ്ട് ഇനിയുള്ള കാലം ഇവിടെ കഴിയട്ടെ. ഈ അമ്മയെ ഇവിടെ ആക്കിയാൽ നിനക്ക് സമാധാനം കിട്ടുമെങ്കിൽ ഇവിടെ ആക്കി പോയിക്കോ. ഞാൻ നോക്കിക്കോളാം. പിന്നെ ഒരു കാര്യം, പെറ്റമ്മയ്ക്ക് തുല്യം ഈ ഭൂമിയിൽ അവർ മാത്രമേ ഉള്ളൂ. ഇനി നിനക്ക് പോവാം. എന്താ നിന്റെ പേര്? എന്റെ പേര് രാമു. രാമു ആയാലും ആരായാലും ഓഫീസിൽ ചെന്ന് പേരും അഡ്രസ് ഫോൺ നമ്പർ കൊടുത്ത് ഉടൻ സാധനം കളിയാക്കിക്കോ. ഹലോ, എന്താണ് എനിക്ക് വേണ്ടത്? ഞാൻ അങ്ങോട്ട് വരാം വീട്ടിലേക്ക്. ഇല്ലില്ല, തള്ളേനൊന്നും കൊണ്ടുവല്ല. തള്ളേനൊക്കെ ഇവിടെ തള്ളി. നീ ഫോണ് വെക്ക്. കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ഭാഷ കണ്ടോ അവൻ ചെയ്തത്?
സാറില്ല സാറില്ല, കരയണ്ട. മാഷേ. ഞങ്ങളുണ്ട് എല്ലാറ്റിനും. ആരായാലും സങ്കടം ഉണ്ടാവും. നമുക്ക് ഗുരുവായൂർക്ക് പോവാം. ഞങ്ങൾ കൊണ്ടുപോവാം ഗുരുവായൂർക്ക്. ശംഭു, നമുക്ക് ഉടനെ തന്നെ ഗുരുവായൂർക്ക് പോവാം. സാറില്ല സാറില്ല സാറില്ല. ഗുരുവായൂർക്കോ കാടാമ്പുഴ എവിടേക്കാച്ച ഇവിടെ കുറെ ആൾക്കാരുണ്ട് ഇതുമാതിരി. സങ്കടപ്പെടണ്ടോ? ചെല്ലു, നീക്കും. അമ്മയ്ക്ക് കുറെ ആൾക്കാരുണ്ട് ഇവിടെ. നമ്മളെ അവിടെ ചെന്നിട്ട് ഭക്ഷണം കഴിച്ച് ഒന്ന് വിശ്രമിക്കും. സാറില്ല, നീക്കും. മെല്ലെ വന്നോളൂ. സാറില്ല കേട്ടോ. വരും വരും. ഇവരൊന്നും അങ്ങനെ പിടിക്കാം. ഇവർക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊടുത്തിട്ട് ഒന്ന് ശരിയാക്കി ശംഭു ചെയ്യും. പക്ഷേ അവരെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല. പക്ഷേ സ്വന്തം മകനല്ലേ അവൻ. ശംഭു, ഞാൻ ഈ വൃദ്ധസദനം തുടങ്ങിയത് പാവപ്പെട്ടവർക്കും ആരുമില്ലാത്തവർക്കും വേണ്ടിയാണ്. ആയിക്കോട്ടെ. അല്ലാതെ ഇതേപോലെ മക്കളും സമ്പാദ്യവും സ്വത്തുമുള്ളവർക്ക് വേണ്ടിയല്ല. പക്ഷെ ഇവിടെ നടക്കുന്നതല്ല, ആരുമില്ലാത്തവര് ഇതാ